ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കാം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് ബേസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാത്തത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കാതിരിക്കുക. ഈ റീഡിംഗിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് പരമാവധി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും തമ്മിൽ വേർപിരിയാൻ പറ്റാത്തത് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്, അവരുടെ മെമ്മറീസിൽ തന്നെ സ്ട്രക്കായി നിൽക്കുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ നെയിം മനസ്സിലേക്ക് ആവർത്തിച്ച് കൊണ്ടുവരിക, നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടുവരിക. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ടെൻ ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾ, ഫോർ ഓഫ് സോർട്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ ഹെയറോഫൻ കാർഡാണ്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ടാരോട്ട് കാർഡ്സ് എടുക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്? കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ദ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഹെയറോഫന്റ് വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. സിക്സ് ഓഫ് പെന്റക്കിൾ ആണ് എനിക്ക് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്, ഹയറോഫന്റ് വന്നിട്ടുണ്ട്. അപ്പം ഈ കാർഡ്സിന്റെ എല്ലാം മീനിങ് നമുക്ക് നോക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ സിറ്റുവേഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സ്മൂത്ത് ഗോയിങ് ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ചെറുതായിട്ടൊരു വിള്ളലും ചീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ റീസൺ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു മുൻജന്മ ബന്ധമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കാർമിക് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുതരാനും വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഞാൻ ഓവറോൾ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഓരോ കാർഡ്സിന്റെയും മീനിങ് നോക്കാം. ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് എങ്ങനെ മൂവ് ചെയ്യണം, ലൈഫിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കണം എന്നൊക്കെയുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ഈ പേഴ്സൺ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അതായത് ഈ പേഴ്സൺ നിങ്ങളെ പഠിപ്പിച്ചു എന്നല്ല, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ഓവർ അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ടാകാം. അവരുടെ ഓവർ ആയിട്ട് എല്ലാം തന്നെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകാം എല്ലാ തരത്തിലും. ഓക്കെ, പക്ഷെ ഈ പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് പോകുന്ന ആ ഒരു നിമിഷത്തില്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് അവരുടെ ഒരു മിസ്ബിഹേവ് ചെയ്യുന്ന, അതായത്
അവരുടെ തുടക്ക സ്വഭാവത്തിൽ നിന്നും ഒരു വ്യത്യസ്ത സ്വഭാവം കാണിച്ചു തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അത് ഈ പേഴ്സൺ കാരണമായിരിക്കും. തുടക്ക സമയത്ത്, അതായത് ഈ പേഴ്സൺ ഒക്കെ വരുന്നതിന്റെ മുൻപേ നിങ്ങളുടെ ലൈഫില് നിങ്ങൾ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഒരാളായിരിക്കാം. അതായത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, പെട്ടെന്ന് തന്നെ കണ്ണടച്ച് വിശ്വസിച്ച് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷേ അത് ഫൈനലി വന്നത് ഈ പേഴ്സൺ ആയിരിക്കാം. ഈ പേഴ്സൺ വന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ അവർക്കും കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ ആ പേഴ്സണിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ചതി, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ പേഴ്സണും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ള ഈ വ്യക്തിയിൽ നിന്നായിരിക്കാം നിങ്ങൾ ഈ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അതായത് വേറൊരാളെ ഒരുപാട് സ്നേഹിക്കരുത്, അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യരുത്, സ്വന്തം കാര്യത്തിന് വേണം ഇമ്പോർട്ടന്റ് കൊടുക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ കാരണമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കാർമിക് ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായിരിക്കാം നിങ്ങൾ. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫാമിലിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുന്നു, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു ഹസ്ബൻഡ് വൈഫ് ഉണ്ടെങ്കിൽ അവരോട് അത് ശരിക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഭാരം, നിങ്ങൾക്ക് എത്ര ഭാരം ഉണ്ടായാലും എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഈ പേഴ്സണോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു നിങ്ങളൊന്ന് ഹീലായിട്ട് വരും. നിങ്ങളുടെ ഭാരം ഒന്ന് ഒഴിഞ്ഞു പോയതുപോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു സ്ട്രെസ്സിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. സ്വന്തമായിട്ട് നിന്നിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അധ്വാനിക്കാം, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ലേഡിയാണ് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്. ഇതുപോലെ നിങ്ങളെ ആക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾക്ക് തന്നെ ഇത് ഞാൻ പറയുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പേഴ്സൺ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഒന്നും അറിയണ്ടായിരുന്നു, നിങ്ങളെല്ലാം അവരിലായിരുന്നു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു നിമിഷത്തിൽ നിങ്ങളെ അങ്ങ് ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന്, അതായത് ലൈഫിൽ നിങ്ങൾ തന്നെ ചേഞ്ചസ് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ടാകാം, സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ എങ്ങനെ ഒന്ന് ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാം എന്നുള്ള ഒരു ഒറ്റയ്ക്കുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകാം. അതും ഈ പേഴ്സൺ കാരണമാണ്. അവര് നിങ്ങളെ വേദനിപ്പിച്ചതാണ്, പക്ഷേ ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കാർമിക് റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് വരുന്നതിന്റെ റീസൺ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അവരോട് ഇതിന് നിങ്ങൾ താങ്ക്ഫുൾ ആയിരിക്കും. അതായത് അവരോട് നിങ്ങൾ ഇതിന് താങ്ക്സ് ആണ് പറയേണ്ടത്. വേദനിപ്പിച്ചൊരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. അപ്പം അവരോട് നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് മുൻ ജന്മത്തിലുള്ള ആളുകളെ നിങ്ങൾ ഇവിടെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഈ പേഴ്സണില് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം, മറ്റുള്ള ആളുകൾ ചീറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നിൽക്കുമ്പം ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. അത് ചീറ്റിംഗ് ഉണ്ടായിരിക്കാം, നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരാളായിരിക്കാം എന്നൊക്കെയുള്ളത് ഈ പേഴ്സണിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. കാരണം ഈ പേഴ്സൺ പോയ സമയത്ത് നിങ്ങൾ അവരെ ഒരുപാട് ഇമോഷണലി ഒക്കെ എന്താ പറയാ ഭീഷണിപ്പെടുത്തിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതായത് എനിക്ക് പറ്റത്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ പേഴ്സൺ സ്വന്തം കാര്യം നോക്കിയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പം ഇങ്ങനെ എന്താ പറയാ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിൽക്കാതെ അവരുടെ സ്വന്തം കാര്യം നോക്കിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അത്ര വിലയുള്ളൂ നിങ്ങൾക്ക് ആ പേഴ്സന്റെ ലൈഫിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. നെക്സ്റ്റ് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുമ്പം ചെറിയൊരു സ്നേഹം കാണിച്ചു വരുന്ന ഒരാളെ പോലും സ്നേഹിക്കുമായിരിക്കാം, പക്ഷെ നിങ്ങളെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ,
ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഈ സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന് കഴിയുമ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ, നിങ്ങൾ അതിൽ നിന്നും ചെറുതായി ഇങ്ങനെ ആ റിലേഷൻഷിപ്പിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വരും. ആൻഡ് ദെൻ നിങ്ങൾക്ക് അവരോട് വാശി വെറുപ്പ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ അവരോട് ഭയങ്കര ഓക്കെ ഫൈൻ, അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കും ആ പേഴ്സൺ കാരണമാണല്ലോ ഞാൻ ഇങ്ങനെ ആയത്, അതായത് ഇത്രയും പാഠങ്ങൾ നിങ്ങൾ ലൈഫിൽ പഠിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ പേഴ്സണിന്റെ അടുത്ത് ദേഷ്യവും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെറുപ്പുണ്ടായിരിക്കാം, ദേഷ്യം ഉണ്ടായിരിക്കാം, അവരെ എന്താ പറയാ, നിങ്ങള് അങ്ങനെയൊക്കെ നിങ്ങൾ അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും ആ പേഴ്സൺ. പക്ഷെ നിങ്ങളെപ്പോഴും നിങ്ങളിൽ തന്നെ വിശ്വസിപ്പിച്ച് നിങ്ങളോട് തന്നെ ഡിപ്പെൻഡഡ് ആയിരിക്കാനും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്, പഠിപ്പിക്കാനായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, മുൻജന്മ ബന്ധമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്ത് പോവാൻ പറ്റാത്തത്. ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോവേണ്ട ഒരാൾ തന്നെയാണ്. ഈ ലിസൺസ് നിങ്ങൾ എപ്പോ പഠിപ്പിച്ച് കഴിയുന്നോ, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നോ, ആ ഒരു സമയത്ത് ഈ പേഴ്സൺ ആയിട്ട് തന്നെ മാറുന്നതാണ്, നിങ്ങളായിട്ട് മാറുന്നതാണ്. പിന്നെ ചിലരുടെങ്കിലും കേസിൽ എനിക്കിവിടെ ഹെയറോഫൻ കാർഡ് വന്നിട്ടുണ്ട്, മാരേജ് കാർഡാണ്. നിങ്ങൾ മാരേജ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സണെ വിടാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. അതിന്റെ റീസൺ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. പക്ഷെ ചിലരെങ്കിലും ഇവിടെ മാരേജ്, ചിലരെങ്കിലാണ് ഞാൻ പറയുന്നത്, ഒരു 30% ഞാൻ പറയുന്നത് ആളുകൾ ഫൈനലി മാരേജിലേക്ക് തന്നെ എത്തും. പക്ഷെ ഭൂരിഭാഗം പേർക്കും ഇവിടെ ഒരു ലിസൺ ആണ്, കാർമിക് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ഓവറായിട്ട് എല്ലാവരിലും അറ്റാച്ച് ആവുന്നതും, അതുപോലെ നിങ്ങൾ എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും, ഒരു ലിമിറ്റ് വെക്കാതെ, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ഫൈനലി നിങ്ങൾ തന്നെ അത് റിയലൈസ് ചെയ്യുന്ന ഒരു സമയം വരും. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പറയുകയാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ലിസൺ ആണ് നിങ്ങളിപ്പോ ലൈഫിൽ എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ്. അത് എൻഡ് ആയി പോകുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ അവർ ലൈഫിൽ പഠിപ്പിച്ചിട്ട് മാത്രമേ, അത് നിങ്ങളുടെ കൂടെ നിന്നിട്ടല്ല പഠിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ പേഴ്സൺ നിങ്ങളെ വിട്ടു നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇതെല്ലാം പഠിക്കുന്നത്. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.